നമസ്കാരം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നൽകുന്ന നടപടി വിവിധ ജില്ലകളിൽ RTO ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അംഗീകാരമുള്ളതാണെന്ന് തിരിച്ചറിയാൻ വാഹനത്തിന്റെ ബോണറ്റിൽ പ്രത്യേക നമ്പർ ഉൾപ്പെട്ട സ്റ്റിക്കർ മോട്ടോർ വാഹന വകുപ്പ് പതിക്കും. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ലൈസൻസ് അനുവദിക്കുമ്പോൾ ഏതൊക്കെ വാഹനമാണ് പഠനത്തിന് ഉപയോഗിക്കുന്നതെന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വ്യാപകവുമാണ്. സ്കൂളിൻ്റെ പേരുപയോഗിച്ച് സബ് ഏജന്റുമാർ നടത്തുന്ന രീതിയുണ്ടെന്നും ഇതിൽ ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ഇത് വ്യാജ ഡ്രൈവിംഗ് സ്കൂളുകളും വാഹനങ്ങളുമായാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്കാക്കുക. ലൈസൻസ് ഉള്ള 4 ചക്ര വാഹനങ്ങളിൽ പഠിപ്പിക്കുന്നയാൾക്ക് കൂടി നിയന്ത്രിക്കാവുന്ന ക്ലച്ചും ബ്രേക്കും അധികമായും ഉണ്ടാകും. ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങളിൽ ഇതുണ്ടാകില്ലെന്ന് മാത്രമല്ല, ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകില്ല. ക്ലച്ചും ബ്രേക്കും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും ഉണ്ടാകില്ല. ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി അനധികൃത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ സ്കൂളിനെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനവും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടി അടക്കം ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നതും.